വള്ളം അടിച്ചു കമിഴ്ത്തിയപ്പോഴത്തേക്ക് അതിൽ ഈ രണ്ടുപേരും അകപ്പെട്ട് രണ്ടുപേരും കുറച്ച് നേരം നീന്തിക്കിടന്ന് എന്നിട്ട് കരയ്ക്ക് നീന്തുന്ന സമയത്ത് വീണ്ടും ഒരു തിര വന്ന് രണ്ടുപേരെയും കൂടെ തിര അടിച്ചതിന് ശേഷം രണ്ടുപേരും ഒരു 5 മിനിറ്റ് വരും കാണാനില്ലായിരുന്നു. പിന്നെ അതിനുശേഷം ഒരാൾ വന്ന് 5 മിനിറ്റിന് ശേഷം ഒരാൾ വന്ന് പൊങ്ങി, ഒരാൾ പൊങ്ങിയിട്ടില്ല. അങ്ങനെ ആ ഒരാൾ വെള്ളത്തിൽ. 1 മാസങ്ങൾക്ക് മുമ്പൊക്കെ ഇവിടെ ഇത്തിരി തീരം ഉണ്ടായിരുന്നു. ഇപ്പം ഈ കാലാവസ്ഥയെ സംബന്ധിച്ച് ഇപ്പം വന്ന ഇതിലാണ് ഈ തീരങ്ങൾ നഷ്ടപ്പെട്ടത്. ഇപ്പം ഇവിടുന്ന് മൊത്തത്തിൽ കല്ലാണ്. ആ ആളെ രക്ഷിക്കാൻ ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്കും കല്ല് ചവിട്ടിയാണ്, നമ്മൾ കല്ലിൻ്റെ മീതെ വെച്ചാണ് ആളെ വലിച്ചു കയറ്റി രക്ഷപ്പെടുത്തിയത്. തീരത്ത് ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ലൈഫ് ഗാർഡ്സ് ആണ് അപ്പോൾ നമ്മളോട് കൂടെ ചേരുന്നത്. അപ്പോൾ അവരാണ് രക്ഷാപ്രവർത്തനത്തിനെല്ലാം മുൻകൈ എടുത്തത്. അപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് തന്നെ നേരിട്ട് ചോദിക്കാം. അപ്പോൾ ചേട്ടൻ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഞങ്ങൾ ആ സമയത്ത് ഇവിടെ ഡ്യൂട്ടിയിലായിരുന്നു. അപ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 7:30-8 മണിയോടുകൂടി വള്ളം ഇവിടെ നിന്ന് ഇങ്ങനെ കടലിലോട്ട് ഇറക്കി വിട്ട് 2 പേര് അതിലുണ്ടായിരുന്നു. അവർ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് വള്ളം ഓടിയപ്പോഴത്തേക്ക് ഒരു തിരമാല വന്നതിന് ശേഷം വള്ളം അടിച്ചു കമിഴ്ത്തിയപ്പോഴത്തേക്ക് അതിൽ ഈ 2 പേരും അകപ്പെട്ട് രണ്ടുപേരും കുറച്ച് നേരം നീന്തിക്കിടന്ന് എന്നിട്ട് കരയ്ക്ക് നീന്തുന്ന സമയത്ത് വീണ്ടും ഒരു തിര വന്ന് രണ്ടുപേരെയും കൂടെ തിര അടിച്ചതിന് ശേഷം രണ്ടുപേരും ഒരു 5 മിനിറ്റ് വരും കാണാനില്ലായിരുന്നു. പിന്നെ അതിനുശേഷം ഒരാൾ വന്ന് 5 മിനിറ്റിന് ശേഷം ഒരാൾ വന്ന് പൊങ്ങി, ഒരാൾ പൊങ്ങിയിട്ടില്ല. അങ്ങനെ ആ ഒരാൾ വെള്ളത്തിൽ. എന്നിട്ട് ആ കരയ്ക്ക് വന്ന ആ വ്യക്തിയെ ഞങ്ങൾ 2 ലൈഫ് ഗാർഡ് ചേർന്ന് കരയ്ക്ക് രക്ഷിച്ച് കൊണ്ടുവന്നു. ഈ സമയത്ത് ഇപ്പോൾ കടൽ പോകരുതെന്നുള്ള നിർദ്ദേശം, കാരണം അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടോ എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ലൈഫ് ഗാർഡിന് അറിയില്ല. പക്ഷേ തീരങ്ങളിൽ മൺസൂൺ ആയതുകൊണ്ട് വരുന്ന ടൂറിസ്റ്റുകളെ ഇറക്കരുത് എന്നുള്ള ഒരിത് നമുക്കറിയാം. പക്ഷേ ഈ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നുള്ള ഒരു റിപ്പോർട്ട് നമുക്കിതുവരെ ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മത്സ്യബന്ധനത്തിന് പോയിട്ടുണ്ടായിരുന്നു? ഇല്ല. ഇന്നാണ് അപ്പോൾ പോകുന്നത്? ഇന്നാണ്. അതായത് ഇവിടുന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ വേണ്ടി ഇറക്കിയതല്ല സംഭവം. കാരണം ഇവർ മത്സ്യബന്ധനത്തിന് പോകണമെങ്കിൽ ഇവിടെ ഇരുന്ന വള്ളം കടൽ വഴി എന്ന് വെച്ചാൽ വിഴിഞ്ഞത്തോട്ട് ഹാർബറിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവർ ഇറക്കിയതാണ്. അതിനെ തുടർന്നാണ് ഈ ദുരന്തം ഇവിടെ സംഭവിച്ചത്. 2 പേരാണ് ഉണ്ടായിരുന്നത്. മറ്റുള്ള ബോട്ട് അപ്പോൾ 2 ബോട്ട് തിരിച്ചു വന്നോ? ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്നോ? ഇല്ല. ആ രണ്ടുപേരും കടലടിച്ചു, വള്ളം ദൂരെ പോയി, 2 പേരും നീന്തിക്കിടന്നു. അപ്പം കരയ്ക്ക് കുറച്ച് നീന്തിയപ്പോഴത്തേക്ക് ഒരു തിര വന്നതിന് ശേഷം ആ തിര അടിച്ചു 2 പേരും താന്ന് ഒരു 5 മിനിറ്റ് വരും കാണാനില്ലായിരുന്നു. പിന്നെ അതിനാലിടയിൽ 2 പേരിൽ ഒരാൾ വന്ന് പൊങ്ങി, ഒരാൾ പിന്നെ വെള്ളത്തിൽ നിന്ന് പൊങ്ങിയിട്ടില്ല. അയാൾ വെള്ളത്തിൽ പോയി. ഈ ബോട്ടിലുണ്ടായിരുന്ന 2 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബോട്ടിൽ. ഇവിടെയുള്ള ആളുകളാണ്? അതെ, നാട്ടുകാരാണ്, വലിയതുറക്കാരാണ്. വലിയതുറ തീരത്തുള്ളവരാണ്, അറിയുന്നവരാണ്. നിലവിൽ ആരാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത്? അല്ല, അതിപ്പോൾ മറ്റേ കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ടുകളാണ് വന്ന് തിരച്ചിൽ നടത്തുന്നത്. ഇനിയിപ്പോൾ കൂടുതൽ ആൾക്കാർ വരുമോ? ഇല്ല, അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് നമുക്കറിയില്ല. ഹോസ്റ്റൽ പോലീസുകാരെ വിളിച്ചു. അപ്പോൾ അവർ ബോട്ട് വിട്ടിട്ടുണ്ട്. 2 പോലീസുകാർ ഇവിടെ ഡ്യൂട്ടിയിലുണ്ട്. അപ്പോൾ ഇതാണ് ഇതുവരെ ഉള്ള ഇത്. ഇനിയിപ്പോൾ എന്തായാലും തിരഞ്ഞു കഴിഞ്ഞാൽ കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല. ഇനിയിപ്പോൾ എന്തായാലും 3 ദിവസം കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ. ആ രീതിക്ക് പോകുന്നു കാര്യങ്ങൾ. അതെ, ഈ നല്ല മഴ പെയ്ത സമയത്താണ് അതെ. ഇപ്പം വന്ന ഈ കാലവർഷത്തിലാണ് ഇതൊക്കെ സംഭവിച്ചത്. ഇത്രയും കാരണം നേരത്തെ കുറച്ച്, അതായത് ഒരു മാസങ്ങൾക്ക് മുമ്പൊക്കെ ഇവിടെ ഇത്തിരി തീരം ഉണ്ടായിരുന്നു. ഇപ്പം ഈ കാലാവസ്ഥയെ സംബന്ധിച്ച് ഇപ്പം വന്ന ഇതിലാണ് ഈ തീരങ്ങൾ നഷ്ടപ്പെട്ടത്. ഇപ്പം ഇവിടുന്ന് മൊത്തത്തിൽ കല്ലാണ്. ആ ആളെ രക്ഷിക്കാൻ ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്കും കല്ല് ചവിട്ടിയാണ്, നമ്മൾ കല്ലിൻ്റെ മീതെ വെച്ചാണ് ആളെ വലിച്ചു കയറ്റി രക്ഷപ്പെടുത്തിയത്. കാരണം ആ ഒരു അവസ്ഥയാണ്, ഒരു ദയനീയമായ അവസ്ഥയാണ്. ഇപ്പോൾ ഇവിടുത്തെ ഈ ശംഖുമുഖം ബീച്ചിലെ അവസ്ഥയെന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. കാരണം ഇവിടെ മെയിനായിട്ട് എന്ന് പറയുന്നത് സൂസൈഡ് ചെയ്യാൻ വേണ്ടി വരുന്ന ജനങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത്. അതുകൊണ്ട് നമ്മൾ നേരത്തെ നമ്മുടെ അധികൃതർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ബാരിഗാർഡ് എടുക്കണമെന്ന്. ആ ഒരു സജ്ജീകരണം പോലും നമുക്കിതുവരെ തന്നിട്ടില്ല. ഞങ്ങൾ രാവിലെ വന്ന് ഈ റോപ്പുകളെല്ലാം ഞങ്ങൾ വലിച്ചു കെട്ടിയാണ് ഇവിടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് വേറെ ഒരു വഴിയുമില്ല. നമ്മൾ പറയേണ്ടവരെയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും ആരും ഒരു മുൻകൈ എടുത്ത് നമുക്കിതുവരെയും ഒന്നും ചെയ്തു തന്നിട്ടില്ല. ഈ ആളുകൾ പറയുന്നത് അനുസരിക്കാതെ ഇറങ്ങുന്നുണ്ട് ഈ ബീച്ചിലോട്ട്? ഇറങ്ങുന്നുണ്ട്. ഇതൊന്നും കണ്ടിട്ടും അവർക്ക് ആ ഒരു ഇതില്ല. അവർ വരുന്നത് വെള്ളം കാണാൻ വേണ്ടിയാണ്. അവർക്ക് എങ്ങനെയെങ്കിലും ഇത്തിരി വെള്ളത്തിൽ മുങ്ങിയാൽ മതി എന്നുള്ള ആ ഒരു ഇതിലാണ് വരുന്നത്. പക്ഷേ ലൈഫ് ഗാർഡ് ആയതുകൊണ്ട് ഞങ്ങൾ അവരെ നിയന്ത്രിച്ച കഴിവിൻ്റെ പരമാവധി സുരക്ഷിതമായിട്ട് അവരെ പറഞ്ഞു വിടും. ഇതാണ് സംഭവിക്കുന്നത്.